പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് 2016 ദുഃഖവെള്ളിയാഴ്ച ആചരണ ദിവസമാണല്ലോ. അപ്പോൾ ഈശോയെപ്പറ്റി 2 വാക്ക് പറയണം എന്നെൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഇപ്പോൾ രാവിലെ ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കുറേ കുറവുകളൊക്കെ ഉണ്ട്. അതിനെ എഡിറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവരും എന്നോട് പറയാറുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കുറവുകളാണ് ആ വീഡിയോയിൽ കാണുന്നത്. എനിക്കൊത്തിരി അത് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഞാനും കുറവുകളുള്ള ആളാണല്ലോ. ഇന്ന് ഈശോയുടെ കുരിശുമരണത്തെപ്പറ്റി, പീഡാസഹനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറെ ഗുഡ് ഫ്രൈഡേ എന്നല്ലേ ഈ ദിവസത്തിൻ്റെ പേര്. ശരിക്കും ഞാൻ ആലോചിച്ച് എന്തിനാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്? നമ്മുടെ ഈശോയെ കൊല്ലുന്ന ദിവസം, ഈശോ സഹിച്ച പീഡകളെപ്പറ്റി ധ്യാനിക്കുന്ന ദിവസത്തിനാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് എന്തിനാണ്? പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള പീഡനങ്ങളേറ്റ് കുരിശിൽ തൂക്കപ്പെട്ട് മരിച്ച ദൈവം ഒരു സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, പിശാചിൻ്റെ കയ്യിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്നും സ്വന്തം മക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത ദൈവം. ആ ദൈവത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്ക് വാക്കുകളില്ല. ആരെല്ലാം ക്രിസ്ത്യാനിറ്റിയെ എതിർത്താലും, ക്രിസ്ത്യാനികൾ ചെയ്യുന്ന മോശമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ വില ഇരുത്തുമ്പോഴും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ് ലോകം മുഴുവനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം അങ്ങനെയുള്ളതായിരുന്നു. ക്രിസ്തു ഒരിക്കലും ആരെയും നിന്ദിക്കാനോ അപമാനിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും ക്രിസ്തു ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് സുവിശേഷത്തിൽ അത് അങ്ങനെ തന്നെയുണ്ട്. അപ്പം ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞത്, ഒത്തിരി പേർ, സ്വാമി വിവേകാനന്ദനൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. കുറേ പേർ, ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒത്തിരി പേര് ഈശോയെ സ്നേഹിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ എല്ലാവരും അങ്ങനെ സ്നേഹിക്കാൻ കാരണം? ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം തന്നെയാണ് അതിന് കാരണം. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ 31 കൊല്ലം ജീവിച്ച കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ സുവിശേഷത്തിൽ കുറച്ച് ഭാഗം മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് വേണ്ടി മരിച്ചൊരു ദൈവം, മനുഷ്യന് വേണ്ടി മരിക്കുന്നൊരു ദൈവം, മനുഷ്യൻ്റെ പാപങ്ങൾ പരിഹാരം ചെയ്തവന്. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് അന്നത്തെ ആ ജനങ്ങളുടെ മുഴുവനും പാപങ്ങളും ആ കുഞ്ഞാടിൻ്റെ മേൽ എഴുതി വെച്ച് ആ കുഞ്ഞാടിനെ മരിക്കാനായിട്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു വർഷത്തിലൊരു പ്രാവശ്യം ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാർ ചിന്തിക്കുന്ന അവരുടെ പാപമെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ്. അതിൻ്റെ ഒരു ഫോളോ അപ്പായിട്ടാണ് അപ്പോൾ ഈശോ ആ പാപങ്ങൾ മുഴുവൻ, പഴയ നിയമത്തിലെ കുഞ്ഞാടാണെങ്കിൽ ഇത് പുതിയ നിയമത്തിലെ ബലിക്കുഞ്ഞാടാണ് ഈശോ. ആ കുഞ്ഞാടിൻ്റെ മുകളിലേക്ക് എല്ലാ ചെയ്യാത്ത പാപഭാരങ്ങളെല്ലാം തോളിലേക്ക് വെച്ച് കൊടുത്ത് മനുഷ്യൻ്റെ നിന്ദനങ്ങളും അപമാനവും പരിഹാസവും എല്ലാം ഏറ്റെടുത്ത്, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റെടുത്ത് തന്നെ ബലിയായിട്ട് സമർപ്പിച്ച ഒരു ദൈവം, അതാണ് യേശു ക്രിസ്തു, ക്രിസ്ത്യാനികളുടെ ദൈവം. അതാണ് ക്രിസ്ത്യാനിക്കുള്ള വ്യത്യാസം. ക്രിസ്ത്യാനിയുടെ വ്യത്യാസം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് വ്യത്യാസം. ക്രിസ്തു എന്ത് ചെയ്തു അത് ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനി. കുറേ കുറ്റവും തെറ്റുമൊക്കെ ക്രിസ്ത്യാനി ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും ക്രിസ്ത്യാനിറ്റി തിരുസഭ ഫോളോ ചെയ്യുന്നത് മുഴുവനും ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവാണ് സഭയുടെ തല. ക്രിസ്തുവിൻ്റെ ശരീരമാണ് തിരുസഭ. എല്ലാവരും സഭ അങ്ങനെ ചെയ്തു, സഭ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഈ മീഡിയകളിലൊക്കെ ഞാൻ ശരിക്കും സഭ എന്താണെന്ന് അറിയാവോ? അറിഞ്ഞിട്ടാണോ പറയുന്നത്? സഭ എന്ന് പറഞ്ഞ കളിയാക്കുന്നു. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം. ആ ശരീരം നിങ്ങൾക്കത് ബോധ്യമാകണമെങ്കിൽ ഞാൻ പറയുന്നത്, എല്ലാവരും ജാതി നീതിയൊന്നും ഇല്ലാതെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കാണും. അതിൽ പൂർണ്ണമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ക്രിസ്തു സഹിച്ച പീഡകളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്ത്യാനിറ്റി എന്താണ്. അവനെ മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപമാക്കപ്പെട്ടെന്ന വചനം പറഞ്ഞു. ഏശയ്യായുടെ പുസ്തകം പറയുന്നത് മനുഷ്യനെ എന്ന് തോന്നാത്ത ഒരു മാംസപിണ്ഡമായിട്ട് ശരീരം മുഴുവൻ അടിച്ച് തകർത്ത് ചോരക്കട്ട ഉണങ്ങിയ ശരീരം, തുള്ളി ബ്ലഡില്ലാതെ
ഒഴുകിപ്പോകാൻ പോലും ബ്ലഡില്ലാതെ അവൻ ആ കുരിശ് കൊണ്ട് ഗാഗുൽത്താ മല വരെയുള്ള കാൽവരി യാത്ര, ആ സഹനങ്ങൾ കൂടെ എങ്ങനെ ആ തോളിൽ അത്രയും ഭാരമുള്ള കുരിശ് വെച്ച് നടക്കാൻ പറ്റിയെന്ന് പോലും ഞാൻ ചിന്തിക്കും. അതിൻ്റെ പുറകെ അമ്മയാണ് കരഞ്ഞുകൊണ്ട്. അമ്മയ്ക്ക് എങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റി, കണ്ണിൽ കണ്ട് സഹിക്കാൻ എങ്ങനെ പറ്റിയെന്നൊക്കെ നമ്മൾ ധ്യാനിക്കണം. കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോഴൊക്കെ ചിന്തിക്കണം, ഈ ക്രിസ്തു ആരാണ് ആദ്യം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിക്കണം, എന്നിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ പറയാം.